ജീവിതത്തിലുണ്ടാവും സീക്രട്സ് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവും. ഇതിന്റെ പോസ്റ്ററുകൾ നോക്കിയാലും ടീസ് നോക്കിയാലും ഒരു എന്താ നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഫാമിലീസിലും ഉണ്ടാകുന്ന സീക്രട്സ് ഒരു ത്രില്ലർ മോഡിലാണ് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് സീക്രട്ട് ഹോം ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താണ്? അതിന്റെ ടാഗ് ലൈൻ തന്നെ എവറി ഹോം ഹാസ് സീക്രട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം, ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീക്രട്ട് ഹോം തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ വൈഫ് അനിൽഗുരു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ ഒരു നെയിം ഇതാണ് നല്ലത് എന്നൊരു തോന്നലേക്ക്. ശരിക്കും ഇന്നത്തെ 4 കഥാപാത്രങ്ങൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ, അതോ മറ്റു കഥാപാത്രങ്ങളും ഉണ്ടോ? മറ്റു കഥാപാത്രങ്ങളുണ്ട്. ഇവർ 4 പേരുമാണ് ഇതിൽ ഈക്വൽ സ്പേസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇവരുടെ മുഖങ്ങൾ നിങ്ങളുടെ പോസ്റ്ററുകൾ കൂടുതൽ കാണുന്നു. ചന്ദ്രചേട്ടാ, ശരിക്കും പറയാം 12th Man ഒക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനിൽ അങ്ങനെ ഒരു സ്റ്റോറി കീപ്പിംഗ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി, അവരുടെ ലൈഫ് സ്റ്റൈല്. ശരിക്കും ഇത് കാണുമ്പോഴും അങ്ങനെ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും അത് എന്തെങ്കിലും കമ്പാരിസൺ വരുമെന്ന് പേടിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ പേടിയില്ല. കമ്പാരിസൺ ഒന്നും വരാൻ സാധ്യതയില്ല. രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ്. സ്റ്റോറി ക്യാരക്ടർ ആർക്കൊക്കെ ഡിഫറെന്റ്. ഇപ്പൊ എന്റെ ശിവതയുടെ ആ സിനിമയിലെ അനുവിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സിനിമയായിട്ടോ അതിന്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് കൂടുതൽ മോശമാവുന്നതിലും ക്യാരക്ടേഴ്സ് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രം ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രയുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എത്രയും ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി, അമ്മ, എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണ്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിൽ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് സരികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്ന് പറയും നിങ്ങൾ തന്നെ.